ഹലോ അസ്സലാമു അലൈക്കും. എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ എണീച്ചു, ഞാനിതാ ചായ കുടി കഴിഞ്ഞു, മുറ്റടിയും കഴിഞ്ഞു. എന്നിട്ട് അടുത്ത ചായ കട്ടൻ ചായ വെച്ചു, പുട്ടുണ്ടാക്കി. ഇന്നലത്തെ ബീഫ് കറി കുറച്ചുകൂടി ഉണ്ടായിരുന്നു, അതൊന്ന് ചൂടാക്കി എടുത്തു കേട്ടോ. അതൊന്നും ഞാൻ കാണിച്ചില്ല, കാരണം ബീഫ് കറിയൊക്കെ കാണിച്ചതല്ലേ. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു. അങ്ങനെ ഞാനൊക്കെയും കൂടി കഴിച്ചു. പിന്നെ ഇക്ക പോയി, ഞാനിതാ അടുപ്പ് കത്തിച്ചു, ചോറിന് വെള്ളം വെച്ചു. ഇന്നലെയൊക്കെ പിന്നെ തേങ്ങാച്ചോറൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ചോറ് വെച്ചില്ലല്ലോ. ചോറിന് വെള്ളം വെച്ച്, വെള്ളം തിളച്ച് അരിയിട്ടു. അരിയിട്ട് അത് തിളച്ച് ചോറ് ഊറ്റിയെടുക്കാൻ വേണ്ടി പുറത്തേക്ക് വെച്ചു കേട്ടോ. അപ്പോഴേക്ക് ഞാൻ പോയി തിരുമ്പൊക്കെ ചെയ്തു. തിരുമ്പാനുള്ള തിരുമ്പി എടുത്തിട്ട് ഉള്ളിലേക്ക് വന്നു. പിന്നെ തുടയ്ക്കാൻ വേണ്ടി തുടപ്പൊക്കെ എടുത്ത് തുടച്ചു. ആ തിരുമ്പി കഴിഞ്ഞത് ഞാൻ കുറച്ച് പണി എനിക്ക് പുറത്തുണ്ടായിരുന്നു. വിറകൊക്കെ റെഡിയാക്കാനുണ്ടായിരുന്നു. വേറെ ഭാഗത്തേക്കൊക്കെ മാറ്റിയിട്ട് അർപ്പായൊക്കെ ഇട്ട് മൂടി, അങ്ങനെ അതിൽ കുറേ നേരം പണിയെടുത്തു. അത് കഴിയുമ്പോഴേക്കാണ് ചോറ് വെന്തത്. അങ്ങനെ ഇപ്പോൾ ചോറൊക്കെ വെന്തപ്പോൾ പിന്നെ അങ്ങനെ ചോറ് വെന്ത് ഊറ്റി വെച്ചു. പിന്നെ ഞാൻ തുടയ്ക്കാൻ നിന്നു. വീട് മൊത്തം കംപ്ലീറ്റ് തുടച്ചെടുത്ത്, അത് പിന്നെ എൻ്റെ മെയിൻ ഡ്യൂട്ടിയാണത്. ഡെയിലി ഞാൻ ചെയ്യും. ഇപ്പോൾ കുട്ടിയില്ലാത്തതുകൊണ്ട് ചളിയൊന്നുമില്ല, എന്നാലും എനിക്ക് തുടയ്ക്കണം. അങ്ങനെ തുടയ്ക്കൽ കഴിഞ്ഞു. പിന്നെ വെണ്ടയ്ക്ക കറിയാണ് വെക്കുന്നത്. അപ്പോൾ അതിന് മൺചട്ടി വെച്ച് പുളിവെള്ളം ഒഴിച്ചു. ആ പുളിവെള്ളത്തിലേക്ക് ഞാൻ തക്കാളിയും ഉള്ളി, പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടി ഇട്ട് തിളപ്പിക്കാൻ വയ്ക്കും. അങ്ങനെ അതിനുള്ള പരിപാടി നോക്കുകയാണ്. വിറകുകൾ കുറച്ചൊക്കെ ഉള്ളൂ, കറിയൊക്കെ കഴിയാനായി. ഞാൻ വീടിരിക്കുമ്പോൾ മേടിച്ച വിറകുകളായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് വിറകൊക്കെ മറ്റേ ചെതലൊക്കെ ആയിക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കി, അവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കി. അതിലൊന്ന് സമയം പോയിട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ ഒരുപാടായിട്ടുണ്ട്, 12:30 ആയതുകൊണ്ട് കൂട്ടാൻ വയ്ക്കുമ്പോൾ തന്നെ. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അങ്ങനെ പിന്നെ അതിലെല്ലാം ഇട്ട് അങ്ങനെ വെച്ചു. അത് തിളയ്ക്കുമ്പോഴേക്കും അവിടെ അപ്പുറത്ത് തേങ്ങ ചിരകി അരയ്ക്കണം. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഞാൻ. ചില വീഡിയോ ഒന്നും ഉൾപ്പെടുത്തിയില്ല കേട്ടോ. പിന്നെ ഒരു പാന് വെച്ചു, വെണ്ണ ഒഴിച്ചിട്ട് വെണ്ടയ്ക്കനെ വാട്ടിയെടുക്കുക. വെണ്ടയ്ക്ക വാട്ടിയിട്ടല്ലേ നമ്മളെപ്പോഴും ഉപയോഗിക്കാറ്. അപ്പം പിന്നെ അതിന് നിന്നു. വാട്ടിയെടുത്തിട്ട് ചാറ് തിളയ്ക്കുന്നുണ്ടല്ലോ, അതിലേക്ക് അങ്ങോട്ട് ഒഴിക്കിടും. അതിൽ 2 തിളയൊക്കെ വന്നിട്ടാണ് ഞാൻ തേങ്ങ കൂട്ടുള്ളൂ. അങ്ങനെ തിളയ്ക്കുമ്പോൾ അതിലേക്ക് കൊണ്ടുപോയി കൊട്ടി, വെണ്ടയ്ക്ക അതിനെ കൊണ്ടുപോയി കൊട്ടി. വെണ്ടയ്ക്കനെ അതിലിട്ട ശേഷം എൻ്റെ കൊട്ടിന്ന് ഇട്ടു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ പാലക്കാടൻ ഭാഷ അങ്ങനെയൊക്കെയാണ്. വെണ്ടയ്ക്ക ഭാഷ എന്നെങ്ങനെയൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യൂ. പിന്നെ വെണ്ടയ്ക്ക അവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പം ഇനി ഇപ്പുറത്ത് തേങ്ങ അരച്ചിട്ട് തേങ്ങ അതിലേക്ക് ഒഴിക്കുക. അതവിടെ കിടന്ന് തിളച്ചതിന് ശേഷം തേങ്ങ ഒഴിച്ചു. ഇനി തേങ്ങ തിളയി വന്ന ശേഷം ചെറിയ ഉള്ളിയും ഉലുവയും കടുകും കൂടി താളിച്ച് ഒഴിക്കുക. താളിപ്പ് അങ്ങനെയാണ് കേട്ടോ അതിലേക്ക്. മീൻകറി പോലെയല്ല, മീൻകറി കുറച്ച് വ്യത്യാസമുണ്ട്. മീൻകറി ഞാൻ താളിച്ചാണ് വെക്കാറ്. ഇത് ഞാൻ ഫസ്റ്റ് വെച്ച ശേഷം ലാസ്റ്റാണ് താളിക്കുന്നത്. മീൻകറിയിൽ വരുന്ന സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം, എന്നാലും ചെറിയ വ്യത്യാസമൊക്കെ തന്നെയുള്ളൂ. പിന്നെ നല്ല അത് വാട്ടിയെടുത്തിട്ട് ഉള്ളിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ആ താളിപ്പായി അതിലേക്ക് ഒഴിക്കുക. കുറച്ച് ഗ്യാസിൻ്റെ പുറത്ത് പോയി അത് എടുക്കാൻ നോക്കി, പക്ഷേ പറ്റിയില്ല, ചൂട് കൊണ്ട്. അതങ്ങനെ വിട്ടു. പിന്നെ അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു. അടിപൊളി വെണ്ടയ്ക്ക കറിയാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ ഇതൊരു പപ്പടവും മതി. ചോറ് പോണ വഴി അറിയില്ല മക്കളെ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. ഇറച്ചിൻ്റെയും മീനിനെക്കാട്ടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ഈ വെണ്ടയ്ക്ക കറി. എനിക്ക് നല്ല ഇഷ്ടമാണ്, ഇക്കാക്കും ഇഷ്ടമാണ്. ഇതും മുട്ട വറുത്തുന്നു, പപ്പടവും ഇല്ല, അതുകൊണ്ട് ഞാൻ മുട്ട വറുത്തു. ഇനിക്ക വൈകുന്നേരത്ത് വരുമ്പോൾ പപ്പടമൊക്കെ കൊണ്ടുവരാൻ പറയണം. അങ്ങനെ അതായി. അപ്പോഴേക്കും അപ്പുറത്തൊരു പാന് വെച്ചു, മുട്ട വറുക്കണ്. അപ്പോൾ കുട്ടിയില്ലല്ലോ, കുട്ടി വിമാനത്തുനിന്ന് വന്നിട്ടില്ല. പിന്നെ ഇക്ക വർക്കിന് പോയി, പിന്നെ ഞാൻ തന്നെ ഉള്ളൂ. അപ്പോഴേക്കും പോയി കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞു. ചോറ് വയ്ക്കുന്ന ടൈമായി. ഇനിയിപ്പോൾ അത് പൊരിച്ചിട്ട് ചോറ് വയ്ക്കുക. പിന്നെ ഒരു ഉറക്കമില്ലായ പണി. കുറച്ച് നേരം ഉറങ്ങിയിട്ടില്ലേ ഭയങ്കര ഇടങ്ങാണ് കേട്ടോ. ഒന്ന് മയങ്ങും, കുറച്ച് നേരം തന്നെ കിടക്കുള്ളൂ, ഒരുപാട് നേരമൊന്നും കിടക്കില്ല. അങ്ങനെ മുട്ടയൊക്കെ വറുത്തെടുത്ത് മുട്ട വറുത്തെടുത്തിട്ട് ചോറ് വയ്ക്കുന്നുണ്ട്. സോറി, ചായ എന്നാണ് പറയുന്നത്. മുട്ട വറുത്തെടുത്തിട്ട് ചോറ് വയ്ക്കും. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉള്ളൂ. ഒറ്റയ്ക്ക് കുറച്ച് നേരം ടി വിയൊക്കെ കണ്ടുവരുന്നിട്ട് അങ്ങനെ ചോറ് വയ്ക്കും. മുട്ടയായി. ഇപ്പോൾ ചോറെടുത്ത് നേരെ ഹാളിലേക്ക് പോവുകയാണെങ്കിൽ ഹാളിൽ പോയി കുറച്ച് നേരം ടി വി നോക്കി എന്നിട്ട് അങ്ങനെ ചോറ് വയ്ക്കും. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. കുറച്ച് ചോറൊക്കെ എടുത്ത് അങ്ങനെ ഹാളിൽ പോയി ഇരുന്ന് കുറച്ച് നേരം ടി വി യൂട്യൂബും എന്തെങ്കിലും കണ്ട് അങ്ങനെ കുറച്ച് നേരം കാണും. പിന്നെ എന്തായാലും ഉറങ്ങും കേട്ടോ. ഉച്ചമയക്കം ഷുവറാണ്. കുറച്ചൊരു അരമണിക്കൂർ എനിക്ക് ഉറങ്ങണം. പിന്നെ ചോറൊക്കെ എടുത്ത് ചോറ് വയ്ക്കൽ കഴിഞ്ഞ് ഉറങ്ങി എണീച്ചിട്ട് ചായ വെച്ചു.
ചായയും പിന്നെ വരുമ്പോൾ കൊണ്ടുവന്ന ചിപ്സും കടിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ വേറെ ഒന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ചായയും 4 മണിക്ക് നല്ല ചായയും ചിപ്സും കൂടി കഴിച്ചു. പിന്നെ അരിയാട്ടാനിട്ടു. നാളെ അപ്പത്തിന് വേണ്ടി ആട്ടുകയാണ്. മിക്സിയിലാണ് ആട്ടാറ്. ഇഡ്ഡലിക്ക് മാത്രമാണ് ഞാൻ ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കുമ്പോൾ 2-3 ദിവസത്തിനാണ് ഗ്രൈൻഡറിൽ ആട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.